ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ മറ്റേ യൂട്യൂബ് ഏണിങ്സ് റിവീൽ ചെയ്ത വീഡിയോൻ്റെ അടിയിൽ കുറേ കമൻറ്റ് വന്നു, മോണിറ്റൈസ്ഡ് ആവുന്ന എങ്ങനെയാ, യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ, ഇവിടെയാണെങ്കിൽ ഞാൻ ഫാനൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണ് നോയ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ടേബിൾ ഫാൻ ഇടാന്ന് വെച്ചാൽ ഞാൻ ഒരേ ഒരു സ്വിച്ച് ബോർഡേ ഇവിടെ ഉള്ളൂ, അവിടെ ഞാൻ ലൈറ്റ് കൊടുത്തേക്കുന്നത്. അപ്പം പിന്നെ എന്താ പറയുക, ടേബിൾ ഫാൻ ഇടാൻ പറ്റത്തില്ല. മുകളിലത്തെ ഫാൻ ആണെങ്കിൽ ഭയങ്കര സൗണ്ടാണ്, ഭയങ്കര കറാന്ന് പറയാ, എന്തിനോ വേണ്ടി കറങ്ങണ പോലത്തെ ഒരു ഫാനാണ്. ഓയോ സോറി, എന്റെ സ്ഥിര സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കൂല മേ ബി ഈ വീഡിയോ കാണുന്നതുകൊണ്ട് ഞാൻ വേറെ കാര്യങ്ങൾ പറഞ്ഞ് ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല. ഞാൻ നേരെ വീഡിയോയിലോട്ട് തന്നെ പോവാം. എന്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആയത് 2024 2024 മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയാസ് ആണ് ഞാൻ ആദ്യം പറയാൻ പോണത്. 2024 എന്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യം തന്നെ വേണ്ടിയിരുന്നത് 1K സബ്സ്ക്രൈബേഴ്സ് ആണ്, അതായത് 1000 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി. സിമ്പിളി എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി. രണ്ടാമത്തേന്ന് വെച്ചാൽ 4000 വാച്ച് അവേഴ്സ് ആണ്. 4000 വാച്ച് അവേഴ്സ് എന്ന് പറയുമ്പം നമ്മൾ എത്ര വീഡിയോ ഇട്ടാലാണ് 4000 വാച്ച് അവേഴ്സ് കിട്ടണേന്ന് ഇപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് എന്തായാലും നന്നായിട്ട് അറിയായിരിക്കും. അതുകൊണ്ട് 4000 വാച്ച് അവേഴ്സ് ആണ് അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓർ 10 മില്യൺ വ്യൂസ്. ഷോർട്സ് മാത്രം ഇട്ടിട്ട് ഷോർട്സിന് മാത്രം 10M വ്യൂസ് ആയിരുന്നു എന്റെ മോണിറ്റൈസേഷനിൽ ഉണ്ടായിരുന്നത്. അതായത് 2024 കാര്യമാണ് ഞാനിപ്പോ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് 2024 അതായത് 1000 സബ്സ്ക്രൈബേഴ്സ്, 4000 വാച്ച് അവേഴ്സ് അല്ലെങ്കിൽ 10M വ്യൂവേഴ്സ് ഷോർട്സിന് മാത്രമായിട്ട്. പക്ഷെ ഞാനിതില് 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തു, 10M ഷോർട്സ് വ്യൂസ് കംപ്ലീറ്റ് ചെയ്തില്ല. അതിന് പകരം 4000 വാച്ച് അവേഴ്സ് കയറണമെങ്കിൽ എന്തായാലും ലോങ് വീഡിയോ തന്നെ ചെയ്യണം. നമ്മൾ ഈ ഇങ്ങനെ എടുക്കുന്ന ലോങ് വീഡിയോസ് തന്നെ ചെയ്യണം. അല്ലാതെ ഷോർട്സോ മറ്റേ വേർട്ടിക്കൽ വീഡിയോ ഇട്ടാലൊന്നും നമുക്ക് വാച്ച് അവേഴ്സ് അത്രയ്ക്കൊന്നും കൂടത്തില്ല. അപ്പൊ എനിക്ക് 4000 വാച്ച് അവേഴ്സ് ആണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ ഇതിലൊരു ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് ഞാൻ ഈ പറയുന്നത്. ഭയങ്കര എന്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആവണമെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് വേണമായിരുന്നു. പക്ഷെ ഇപ്പൊ 2026 മോണിറ്റൈസേഷൻ പ്രൊസീജിയേഴ്സ് നോക്കുകയാണെങ്കിൽ വെറും 500 സബ്സ്ക്രൈബേഴ്സ് മതി ചാനൽ മോണിറ്റൈസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ. വെറും 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ മോണിറ്റൈസ്ഡ് ആവാം. 500 സബ്സ്ക്രൈബേഴ്സ്, 3000 വാച്ച് അവേഴ്സ്, പിന്നെ ഒരു 3 മില്യൺ ഷോർട്സിന്റെ വ്യൂസ്. ഇതിൽ ഈ ഷോർട്സിന്റെ വ്യൂസ് ഫോക്കസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ 3000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണം നോക്കാനായിട്ട് എന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ആസ് എ യൂട്യൂബർ 3000 വാച്ച് അവേഴ്സ് വേണം ഫോക്കസ് ചെയ്യാൻ. ഞാനായിരുന്നപ്പോ മീൻസ് എനിക്ക് 2024 4000 വാച്ച് അവേഴ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിപ്പം 3000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ 10 മില്യൺ ഷോർട്സ് വ്യൂസ് ഇപ്പം 3 മില്യൺ ആയിട്ടും കുറഞ്ഞിട്ടുണ്ട്. 7 മില്യണൊക്കെ അവര് കുറച്ചിട്ടുണ്ട്. അതുപോലെ 1K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് ഇപ്പം 500 ആക്കിയിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും നല്ലൊരു കാര്യമാണ്. അപ്പം ഈ 3 ക്രൈറ്റീരിയാസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് വെക്കുക, 3000 വാച്ച് അവേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെന്ന് വെക്കുക, അല്ലെങ്കിൽ 3M വ്യൂസ് ഷോർട്സിൽ കംപ്ലീറ്റ് ആയെന്ന് വെക്കുക, നിങ്ങൾക്ക് ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്. അതായത് ഗൂഗിൾ ആഡ്സെൻസ് എന്നും പറഞ്ഞിട്ട് നമുക്ക് ഈ ഗൂഗിൾ ആഡ്സെൻസ് എന്നാണ് ഈ ഒരു പേയ്മെന്റ് കിട്ടണത്. ഇപ്പൊ നമ്മൾ യൂട്യൂബ് ഉള്ളവര് യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് ലോഗിൻ ചെയ്യൂലേ, അതുപോലെ ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. അത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ അക്കൗണ്ടും അതൊക്കെ ആക്ച്വലി മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഗൂഗിൾ ആഡ്സെൻസിലോട്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്കും ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്. ഞാനിപ്പോ എന്റേത് കാണിച്ചു തരാം. ഇതാ ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലെറ്റർ നമ്മളെ വീട്ടിൽ വരും. കാണുന്നുണ്ടല്ലോ അല്ലേ? ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ വരും. ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ എൻ്റെ ഇപ്പം എന്താ യുവർ പിൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എൻ്റെ പിന്നുണ്ട്. ഇതുപോലെ ഒരു പിൻ നമ്പർ വരും. അത് വെച്ച് വേണം നമ്മൾ ഗൂഗിൾ ആഡ്സെൻസിലോട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് സൈൻ ഇൻ ടു യുവർ ആഡ്സെൻസ് ഓർ ആഡ്സെൻസ് ഫോർ യൂട്യൂബ് അക്കൗണ്ട്, ഗോ ടു പേയ്മെന്റ്സ് ദെൻ വെരിഫിക്കേഷൻ ചെക്ക്. അതായത് പേയ്മെന്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ആഡ്സെൻസിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പോയിട്ട് ഈ വെരിഫിക്കേഷൻ ചെക്ക് ചെയ്യണം. അപ്പോഴത്തേക്കും നമുക്ക് ഈ പിന്ന്, ഈ ഗൂഗിൾ ആഡ്സെൻസ് അയച്ചു തന്ന ഈ പിന്ന് അവിടെ ചോദിക്കും. അപ്പൊ നമ്മൾ ഇത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഓക്കെ, എൻ്റർ യുവർ പിൻ ദെൻ ആൻഡ് ക്ലിക്ക് സബ്മിറ്റ്. അതായത് നമ്മൾ ഈ ഒരു ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് അവർ അയച്ചു തരുന്ന ഈ ഒരു പിന്ന് വെച്ച് വേണം ഗൂഗിൾ ആഡ്സെൻസിൽ നമ്മൾ നമ്മുടെ
അക്കൗണ്ട്, അതായത് നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ പാൻ കാർഡിന്റെ നമ്പർ, പിന്നെ ലൈക്ക് നമുക്കൊരു ഒരു ട്രാൻസാക്ഷന് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കേണ്ടി വരും. അത് കഴിയുമ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് ഇങ്ങനെ ഏണിങ്സ് കാണാൻ പറ്റുമല്ലോ. അതായത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മൾ ഏണിങ്സ് എത്രയാന്ന് കാണത്തില്ലേ, അതായത് $100 നമുക്ക് $100 കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് അത് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുക. അപ്പൊ ആ $100 ആവാൻ വേണ്ടി ഇങ്ങനെ 1, 2, 3 അങ്ങനെ കൗണ്ട് നടന്നുകൊണ്ടിരിക്കുമല്ലോ. ആ സമയത്ത് നമുക്ക് ഈ ഗൂഗിൾ ആഡ്സെൻസ് എടുത്ത് നോക്കി പേയ്മെന്റ് ഇൻഫർമേഷൻ നോക്കിയാലും ഗൂഗിൾ ആഡ്സെൻസിലും സെയിം നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണുന്ന പോലെ നമ്മളെ ഏണിങ്സ് ഈ ഒരു ഗൂഗിൾ ആഡ്സെൻസിലും നമുക്ക് കാണാൻ പറ്റും. ഗൂഗിൾ ആഡ്സെൻസ് എന്നാണ് ആക്ച്വലി നമുക്ക് ഈ പേയ്മെന്റ്, ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഓക്കെ, എന്റെ ആ ഒരു ഗൂഗിൾ ആഡ്സെൻസിന്റെ ട്രാൻസാക്ഷൻ ഒരു റെസിപ്റ്റ് ഉണ്ട്, എനിക്ക് പേയ്മെന്റ് കിട്ടിയത്, അതും കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പം ഇതാണ് മോണിറ്റൈസേഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എൻ്റെ അടുത്ത് എനിക്ക് വന്ന വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങണേന്ന് വെച്ചിട്ട്. നമ്മളിപ്പം ഞാൻ തുടങ്ങിയ പോലെ ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോ ഒരു ഐ ഡി കാണത്തില്ല, അതായത് നമ്മളെ ഇമെയിൽ ഐ ഡി ആയിരിക്കും മേ ബി ഇപ്പോൾ നമ്മുടെ യൂട്യൂബിന്റെ ഐ ഡി ആയിട്ട് കിടക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നമ്മൾ യൂസർ നെയിം ഒക്കെ എഡിറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് യൂട്യൂബിൽ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ യൂട്യൂബിൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം, ഇഷ്ടമുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, എന്ത് വേണോ ചെയ്യാം. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ തുടങ്ങുന്ന പോലെ തന്നെയാണ് യൂട്യൂബിന്റെ അക്കൗണ്ടും തുടങ്ങുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് യൂട്യൂബിന്റെ സെറ്റിംഗ്സ് നോക്കി അറിയാൻ പറ്റും, നമുക്ക് അവിടെ അക്കൗണ്ട് തുടങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങൾ എന്നോട് ചോദിച്ച ഡൗട്ട്. അപ്പം ഡൗട്ടൊക്കെ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഒന്നും വിചാരിക്കേണ്ട, ഞാൻ എന്തായാലും വേറെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്തെങ്കിലും ഇത് ഒന്നും ക്ലിയർ ആയില്ല, ഞാൻ ഇപ്പം ഈ വീഡിയോയിൽ കുറച്ചുകൂടി കണക്ട് ആവുന്നത് ഇപ്പൊ ഓൾറെഡി യൂട്യൂബ് ചാനൽ അക്കൗണ്ട് തുടങ്ങി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. കാരണം നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു സാധനങ്ങൾ കാണാം, അതായത് ഇത്ര സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആവണം, ഇത്ര വാച്ച് അവേഴ്സ്, ഇപ്പൊ നിങ്ങൾക്ക് എത്ര വാച്ച് അവേഴ്സ് ആയെന്നും എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് കുറച്ചുകൂടെ മനസ്സിലാവുമായിരിക്കും. നിങ്ങൾക്ക് ഇനി അതല്ല യൂട്യൂബ് ഞാൻ പറഞ്ഞ പോലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ യൂട്യൂബിന്റെ ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു യൂട്യൂബ് അക്കൗണ്ട് എന്തായാലും നിങ്ങൾക്ക് കാണും. നിങ്ങൾ ഈ കമന്റ് ഒക്കെ ഇടാൻ യൂസ് ചെയ്യുന്നില്ലേ, അതിന്റെ സെറ്റിംഗ്സിൽ പോയാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, യൂട്യൂബിലൊക്കെ തന്നെ വീഡിയോസ് അവൈലബിൾ ആണ്, ഹൗ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ എന്ന് വല്ലതും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി വീഡിയോസ് ഒക്കെ കാണും, മറ്റേ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും നിലവിൽ ഞാൻ പറയണ ആക്സസിബിൾ ആയിട്ടുള്ളത് ഗൂഗിൾ ചെയ്ത് നോക്കുക, ചാറ്റ് GPT ചെയ്ത് നോക്കുക, ജെമിനി, അങ്ങനെയൊക്കെ കുറെ മെറ്റ അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ, കുഴപ്പമില്ല, ഞാൻ വോയിസ് റെക്കോർഡ് ആയിട്ടെങ്കിലും റിപ്ലൈ ചെയ്തോളാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി, കാരണം ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റയിൽ ഒരാൾ ഒന്ന് മെസ്സേജ് അയച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യാന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോ ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ ആ ഒരു എന്റെ യൂട്യൂബ് ഏർണിങ്സ് റിവീലിംഗ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്ര റെസ്പോൺസ് വരും, കുറച്ച് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യണം. ഞാൻ പറയാൻ കാര്യം, ഞാൻ ഈ ട്രിവാൻഡ്രത്തും അത്ര സിറ്റി ഏരിയ ഒന്നും അല്ല, കുറച്ച് ഉള്ളിലേക്കാ. അവിടെ ആ ഒരു സ്പേസിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം കുറെ പേരിങ്ങനെ കണ്ടിച്ച് അഭിപ്രായമൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എനിക്ക് പേഴ്സണലി എന്നെ അങ്ങനെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനൊക്കെ ഞാൻ എന്റെ യൂട്യൂബ് ജേണി വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞേ ആ യൂട്യൂബ് ജേണി ചെയ്യണം, ടേക്ക് എ സെപ്പറേറ്റ് വീഡിയോ. ഓക്കെ, ഇതിൽ ഞാനൊന്നും പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് മോണിറ്റൈസേഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി യൂട്യൂബ് ചാനൽ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കിയാൽ മതി. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം സിമ്പിളി നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ചാറ്റ് GPT ജെമിനിയോ ഗൂഗിളോ എന്താന്ന് വെച്ചാൽ എടുത്ത് നോക്കിയാൽ മതി. സിമ്പിൾ ആയിട്ട് അതിനകത്ത് എല്ലാം ഉണ്ട്. സോ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകല. ഓൾറെഡി ഞാൻ ഒരു ഔട്ടിങ് കഴിഞ്ഞ് വന്നേ, അതാണ് ഈ ഒരു ഗെറ്റപ്പിൽ ഇരിക്കണം. അപ്പൊ എനിക്കിനി ഡ്രസ് ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആവാനുണ്ട്. പോരാത്തിന് നല്ല പാതിരാത്രിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ എനിക്ക് നോയ്സസ് ഒക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ, പുറത്തുള്ള പൂച്ചേര കരച്ചിലും പട്ടീര ഊരിയിടലും ഒക്കെ. അപ്പൊ എന്തായാലും ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കട്ടെ. അപ്പൊ എനിവേസ് അത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. Hello, I'm taking this video for my mic check.
ഒന്നും വിചാരിക്കില്ലേ, നല്ല ചൂടെടുക്കണം. ഫാനൊന്നും ഇല്ലാതെ ഇരുന്നാണ് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ എടുക്കണത്. പൂജ എല്ലാം കൂടി കളയാൻ ദേഷ്യം വരും. ബാക്കിൽ പട്ടി ഓരിടുന്ന സൗണ്ട് ഒക്കെ കേൾക്കും, ഒന്ന് ക്ഷമിക്കണം. പാതിരാത്രിയാണ് ഈ വീഡിയോ എടുക്കണത്. വല്ല വാതയൊക്കെ വന്ന് കൂട്ടിരിക്കണമെന്തോ എനിക്ക്. സോ എനിവേസ്, ഹലോ, ഞാൻ റിയലി സോറി. ഇവിടെ നല്ല ചൂടാണ്, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ സാക്രിഫൈസ് ചെയ്താണ് വീഡിയോ എടുക്കുന്നത്. ഐ എം റിയലി സോറി. ഇവിടെ പട്ടിയൊക്കെ കുരയ്ക്കുന്നു. ഞാൻ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. യൂട്യൂബിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർ, അല്ലാ പടച്ചോനെ, എനിക്ക് പേടിയൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഈ നോയ്സ് എനിക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്രഷൻ ഇടുന്നത്. പാതിരാത്രി ലൈറ്റ് ഒക്കെ വെച്ച് വീഡിയോ എടുത്ത് പൂജ തീർന്നു, അത്രേ ഉള്ളൂ. പറഞ്ഞുകൊണ്ടിരുന്ന ഫ്ലോയും പോയി, നശിച്ച പൂജ. അപ്പോ ഇരിക്കുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സമ്മതിക്കൂല, നന്നാവാൻ സമ്മതിക്കൂല. ഓക്കെ, എനിക്ക് വയ്യ. അപ്പോ